ഈ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോഴേ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. അത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും കേട്ടോ. ഞാൻ തുണികൾ വിരിച്ചിട്ട സമയത്തൊക്കെ കണ്ടോ, അതിനകത്ത് ഇതുപോലെ ചെളി പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഉണങ്ങി കൊണ്ടുവന്ന തുണികളിലൊക്കെ ഇതുപോലെ അഴുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ്റെ അകത്ത് നോക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറെ നാളായിട്ട് ഈ ടബ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ടബ് ക്ലീൻ ചെയ്യണം. ഞാൻ എപ്പോഴും തിരക്കില്ല, ഫിൽറ്റർ മാത്രമേ ക്ലീൻ ആക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നല്ലപോലെ അഴുക്കിരിക്കുകയാണ്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ വാഷിംഗ് മെഷീൻ ക്ലീനർ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് ക്ലീനസ്റ്റിന്റെ ഈ ഒരു ക്ലെൻസ്മോ എന്ന് പറഞ്ഞിട്ടുള്ള വാഷിംഗ് മെഷീൻ ക്ലീനർ ആൻഡ് ഡീസ്കെയിലർ ആണ്. ഇത് നമുക്ക് ഏത് ബ്രാൻഡിന്റെ വാഷിംഗ് മെഷീനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിനകത്ത് 3 പാക്കറ്റ് വരുന്നുണ്ട്. മാസത്തിൽ ഒരു പാക്കറ്റേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 3 മാസത്തേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ടബ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തുണികളൊന്നും ഇടരുത്. കാലിയായി കിടക്കുന്ന ആ ഒരു ഡ്രമ്മിനകത്തേക്ക് ഒരു പാക്കറ്റ് മുഴുവനായിട്ടും പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വാഷിംഗ് മെഷീനിൽ തന്നെ ടബ് ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കാണും കേട്ടോ. അതിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അഴുക്കിന്റെ പ്രശ്നം മാത്രമല്ലായിരുന്നു കേട്ടോ. അലക്കിയ തുണികൾ വാഷിംഗ് മെഷീൻ്റെ അകത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വൈകിയ പോലും ആകെ ഒരു വൃത്തിയായിട്ട സ്മെല്ലും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടബ് ക്ലീൻ ചെയ്തോളാം. ഇല്ലെങ്കിൽ വാഷിംഗ് മെഷീനും തന്നെ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, എല്ലാ ഭാഗവും കണ്ടോ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലരും ഇത് ചെയ്യുന്നവരായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ ക്ലീനറിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. താങ്ക്